മെഡിക്കൽ കോളേജ് പരിസരം ഞെട്ടലോടെയാണ് കഴിഞ്ഞ ദിവസം നടന്ന അത്യന്തം ആക്രമസക്തമായ സംഭവത്തെ നോക്കിക്കാണുന്നത്. പൊതുയിടങ്ങളിൽ പോലും സാധാരണ പൗരന്മാർക്ക് നീതിക്ക് വേണ്ടി സംസാരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നതിന്റെ ഭീതിതമായ സൂചന നൽകുന്നതായിരുന്നു ഈ സംഭവം. മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് കംഫർട്ട് സ്റ്റേഷനിൽ വെച്ച് വാഷ് ബേസിനിൽ മൂത്രമൊഴിച്ച യുവാക്കളെ ചോദ്യം ചെയ്ത ഒരു മധ്യവയസ്കന് നേരെ അതിക്രൂരമായ മർദ്ദനമാണ് നടന്നത്. സംഭവത്തിൽ ചിറിയൻകീഴ് സ്വദേശിയായ നിതിൻ, പൂന്തുറ സ്വദേശി ജോയി എന്നിവരെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സമൂഹത്തിൽ ധാർമ്മികമായ ഉത്തരവാദിത്ത ബോധം നഷ്ടപ്പെടുന്നതിന്റെയും നിയമത്തെയും മര്യാദകളെയും പരസ്യമായി വെല്ലുവിളിക്കുന്നതിന്റെയും ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ സംഭവം. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയായിരുന്നു സംഭവം. പൊതുജനങ്ങൾക്ക് സൗകര്യത്തിനായി സ്ഥാപിച്ചിട്ടുള്ള കംഫർട്ട് സ്റ്റേഷനിൽ പേട്ട സ്വദേശിയായ റോയി എന്ന മധ്യവയസ്കൻ എത്തിയപ്പോഴാണ് യുവാക്കളുടെ അനാശാസ്യ പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടത്. പൊതു ഉപയോഗത്തിനായി വെച്ചിട്ടുള്ള വാഷ് ബേസിനെ വൃത്തികേടാക്കിക്കൊണ്ട് അവർ അവിടെ മൂത്രമൊഴിക്കുകയായിരുന്നു. ഈ തെറ്റായ പ്രവണത ചോദ്യം ചെയ്ത റോയ്ക്ക് നേരിടേണ്ടി വന്നത് തികച്ചും അപ്രതീക്ഷിതവും മനുഷ്യത്വരഹിതവുമായ മറുപടിയായിരുന്നു. മദ്യലഹരിയിലായിരുന്ന പ്രതികൾ ഒരു മധ്യവയസ്കന്റെ ചോദ്യത്തെ അങ്ങേയറ്റം പ്രകോപിതപരമായി നേരിടുകയും ഉടനടി ആക്രമണം അഴിച്ചുവിടുകയുമായിരുന്നു. യുവാക്കൾ കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പി ഉപയോഗിച്ച് റോയിയുടെ തലയിൽ പലതവണ അടിക്കുകയും മറ്റ് ശരീരഭാഗങ്ങളിൽ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ആക്രമണത്തിന്റെ ഫലമായി റോയിക്ക് തലയ്ക്കും ചെവിക്കും ഗുരുതരമായി പരിക്കേറ്റു. അദ്ദേഹത്തെ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്തു. ഈ സംഭവത്തിൽ ഞെട്ടലിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയ്ക്ക് ഇത് വഴിവെച്ചത്. ദൃശ്യങ്ങളിൽ ഒരു നിസ്സഹായനായ മധ്യവയസ്കനെ യാതൊരു മനസാക്ഷിയുമില്ലാതെ 2 യുവാക്കൾ ചേർന്ന് മർദ്ദിക്കുന്നതിന്റെ ഭീകരത വ്യക്തമായി കാണാനും സാധിക്കുന്നുണ്ട്. നിയമത്തിന്റെയോ പോലീസിനെയോ യാതൊരു ഭയവുമില്ലാതെ പൊതുജനങ്ങളുടെ മുന്നിൽ വെച്ച് നടന്ന ഈ ആക്രമണം നഗരത്തിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും ക്രമസമാധാനത്തെക്കുറിച്ചും ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. സംഭവ സ്ഥലം മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡിനടുത്തുള്ള കംഫർട്ട് സ്റ്റേഷനിലായിരുന്നത് കൊണ്ട് തന്നെ രോഗികളും കൂട്ടിരിപ്പുകാരും മറ്റു പൊതുജനങ്ങളും ധാരാളമായി വന്നു പോകുന്ന ഒരിടത്താണ് ഈ ആക്രമണം അരങ്ങേറിയതും. ഇത് പൊതുയിടങ്ങളിൽ നിലനിൽക്കുന്ന സുരക്ഷാ വീഴ്ചകളെ കൂടുതൽ എടുത്തു കാണിക്കുന്നു. കേവലം ഒരു പൊതു ശുചിത്വ പ്രശ്നം ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഒരു വ്യക്തിയുടെ ജീവന് തന്നെ ഭീഷണിയാകുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നത് തികച്ചും ആശങ്കാജനകമാണ്. പ്രതികളായ നിതിനും ജോയിയും മദ്യലഹരിയിലായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. പൊതുസ്ഥലങ്ങളിൽ മദ്യപിച്ചെത്തി അഴിഞ്ഞാടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതും അത് അക്രമ സ്വഭാവങ്ങളിലേക്ക് വഴിമാറുന്നതും കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ മോശമായി ബാധിക്കുന്നുണ്ട്. മദ്യത്തിന്റെ സ്വാധീനത്തിൽ മറ്റൊരാളുടെ ചോദ്യത്തെ വ്യക്തിപരമായ വെല്ലുവിളിയായി കണ്ട് ആക്രമണത്തിലേക്ക് തിരിയുന്ന ഈ പ്രവണത യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്നതായി വിവിധ പഠനങ്ങളും സൂചിപ്പിക്കുന്നു. ഈ കേസിൽ ബിയർ കുപ്പി ആയുധമായി ഉപയോഗിച്ചത് തന്നെ ആക്രമണത്തിന്റെ തീവ്രതയും വർദ്ധിപ്പിക്കുന്നു. മെഡിക്കൽ കോളേജ് പോലീസ് ഉടനടി ഇടപെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിയമപാലനത്തിന്റെ കാര്യക്ഷമതയെ എടുത്തു കാണിക്കുന്നുണ്ട്. എങ്കിലും ഈ യുവാക്കളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിലൂടെ മാത്രം ഈ പ്രശ്നം പരിഹരിക്കുന്നില്ല. പൊതുയിടങ്ങളിൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള സാമൂഹിക വിദ്യാഭ്യാസം എത്രത്തോളം അനിവാര്യമാണെന്ന് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു.